പക്ഷേ നാം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം നാഷണൽ ഹൈവേ വന്നേ തീരൂ. ആ നാഷണൽ ഹൈവേ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവസാനം നമ്മൾ നിർബന്ധിതരായി അവർ വെച്ച ഒടുവിലത്തെ ചർച്ചകൾക്ക് ശേഷം ഒടുവിലെത്തിച്ചേർന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായി. അത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന വിലയുടെ 25% സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ്. അങ്ങനെ 5600 കോടി രൂപ നമ്മൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വന്നു. ഇത് UDF സർക്കാരിൻ്റെ ഭാഗമായി കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം ഒടുക്കേണ്ടി വന്ന പിഴയാണെന്ന് കാണണം. അതിനു മുൻപ് ഒരിടത്തും ഇത്തരത്തിൽ പണം നൽകിയ അനുഭവം രാജ്യത്തില്ല. അതിനുശേഷവും ഈ വ്യവസ്ഥ ഒരിടത്തും നടപ്പാക്കിയിട്ടുമില്ല. നമുക്ക് മാത്രം ഇത് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്ന നിലയുണ്ടായി. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDFൻ്റെ പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. അത് ശരിയാണ്. LDFന് സാധാരണഗതിയിൽ അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. എങ്ങനെ? ഞങ്ങൾ ഇട്ടേച്ച് പോയ ഒരു പണി ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ എത്തിച്ചൊരു കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് LDFനോട് ചോദിക്കാം. നിങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡ് ഇങ്ങനെ പണിയാനിടയായത്? റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലല്ലോ. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ യാതൊരു പിഴവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ, അപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാം മഹത എന്തും പറയാം വഷളാന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ